ഗേറ്റിൻ്റെ ആ ഏരിയ മാത്രം ഒന്ന് ഫിക്സ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ആ സാധനം ഓൽക്ക് വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റും. ആ ലൊക്കേഷനിൽ നമുക്ക് അതിലാറെ നന്നാക്കിയിട്ട് വേറൊരു രീതിക്ക് കംപ്ലീറ്റ്ലി ഇനി പുതിയൊരു വീടും പുതിയൊരു കാറും ഒക്കെ ആയാണ്ട് ഗ്യാങ് വെഹിക്കിളും ഗ്യാങ് ഹൗസും ഒക്കെ പുതിയത് ചെയ്യാന്നാണ് കരുതിയത്. കാരണം ഇനി ഞാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ഞാൻ ഇതിപ്പോൾ ഇനി ദാനമായി കൊടുക്കുകയാണ് അങ്ങനെയൊന്നും കരുതണ്ട. അത് ഓൽക്കും കൂടി അവകാശപ്പെട്ട സംഭവമാണ്. വീടാണെങ്കിലും അതിൻ്റെ കാറാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി ഓലുണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മളെ സ്പോൺസേഴ്സും നമ്മളെ വെൽവിഷേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിൽ ഫണ്ട് ഇട്ടുങ്ങാണ്ട് ചെയ്തെന്നതാണ്. അത് ഓൽക്കടക്കം അതിൽ അവകാശമുണ്ട്. അപ്പോൾ അത് തിരിച്ച് ഓൽക്ക് കൊടുക്കുക. എനിക്കത് വേണ്ട. ഇപ്പം എൻ്റെ കുറച്ച് പൈസ ഇറങ്ങിയിരിക്കണം വണ്ടിക്കൊക്കെ. മാരിയാണ് വണ്ടി പണിയിപ്പിച്ചത്. മാരിക്കറിയാം കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് എത്ര ഫണ്ട് ഇറങ്ങിയിരിക്കണ്, അതിൻ്റെ ലിവറി അടിക്കാൻ തൊട്ടുള്ള എല്ലാ സംഭവക്കും എനിക്ക് എത്ര ഇറങ്ങിയെന്നുള്ളത് മാരിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനത്തെ ഒരു എമൗണ്ട് ഇനി വെറുതെ ഓൽക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റ് വരണ്ട. അപ്പോൾ അത് അവർ കംപ്ലീറ്റ്ലി തിരിച്ചെടുത്തോട്ടെ. എനിക്കത് വേണ്ട. ഞാനത് പുതിയ രീതിയിൽ ചെയ്യാനാണ് കരുതിയത്. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടും ഇതേപോലെ എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഇവിടെയും മാത്രമല്ല, അല്ലാതെയും അല്ലാത്ത കുറച്ച് ആൾക്കാർക്കൊക്കെ അതിലുള്ളൊരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഞാൻ പുതിയ വന്ന ആൾക്കാർക്ക് മാത്രം PC കൊടുത്തു, അതേപോലെ PC ഞാൻ ഓലക്ക് മാത്രം സജഷൻ ചെയ്തു, പിന്നെ ഫസ്റ്റ് വന്ന മെമ്പേഴ്സിന് എന്തുകൊണ്ട് PC സജസ്റ്റ് ചെയ്തില്ല, പിന്നെ PC തന്നത് MRCക്കും വേണ്ടിയിട്ടല്ലേ, പിന്നെ എന്തുകൊണ്ട് അത് ഞാൻ ഇപ്പം വേറൊരു ഗ്യാങ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന് കൊടുക്കണത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണില്ല എന്നുള്ള കുറച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം അതിന് എനിക്ക് പറയാനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന MRCക്കും വേണ്ടി അവിടെ ഷമീർ ഉണ്ടായിരുന്നു, നിയാദ് ഉണ്ടായിരുന്നു, റാംബോ ഉണ്ടായിരുന്നു, മാക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള മെമ്പേഴ്സിന് ഒരു PC കിട്ടാൻ വേണ്ടി എഫേർട്ട് ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന വെൽവിഷേഴ്സ് ആയിട്ടുള്ള ഷാറു ബ്രോ, അബീബി ബ്രോ, ദിൽഷാദ് ബ്രോ, ഇവരോടൊക്കെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് അവരോട് കൺവിൻസ് ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് ഫണ്ട് ഇട്ടിട്ട് ചെയ്തു കൊടുക്കാമെന്ന് കരുതിയതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സാധനം. അത് അവർ MRCനെ കണ്ടിട്ട് ചെയ്തതല്ല. അത് അവരോട് ചോദിച്ചാൽ അറിയാം. അത് ഞാനൊരാൾ പറഞ്ഞതിൻ്റെ പുറത്ത് ചെയ്തതാണ്. വാട്ടെവർ. പിന്നെ അതിൽ എന്തുകൊണ്ട് പുതിയ വന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇട്ടതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. പഴയ ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയതെന്നൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ബിലാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിലാലിന് അത് ചെയ്തു കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ബിലാലിന് തീരെ ഈവൻ ഒരു പ്രീവാറിന് പോലും ബിലാലിന് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനായി മാറിന്. കാരണം അവൻ്റെ PC അങ്ങനെ കത്താൻ തുടങ്ങിന് ബിലാലിൻ്റെ. അതുകൊണ്ടാണ് ആ ലിസ്റ്റിൽ ഞാൻ ബിലാലിന് എടുത്തത്. ഈവൻ ഒരു പ്രീവാറിന് പോലും അവൻ ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ പേര് ഞാൻ അതിൽ സജസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ബാക്കി എല്ലാ പേരും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളെ വാറിന് ഇറങ്ങുന്ന പ്ലേയേഴ്സാണ് അതിലുണ്ടായിരുന്നത്. അലക്സ്, ഫ്ലഫി, ദിഗോഡ്, പ്രണവ്, ചാർലി, മാരി, പിന്നെ കുറുപ്പ്, ഇത്ര 7 ആൾക്കാരും എന്താ പറയുക വാറിന് ഇറങ്ങുന്ന പ്ലേയേഴ്സ് ആയിരുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് അവർക്ക് തന്നെയാണ്. അല്ലാതെ അതിൽ പൈസ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഇതേപോലെ വേറെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്നത്തെ മറ്റേ TV9 വാറിൽ പോലും പല പ്രാവശ്യം പ്രണവ് അതേമാതിരി ഫ്ലഫി കുറേ പേര് കത്തി പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് ഇനി പ്ലേയേഴ്സിന് കത്തുന്നൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വാറിന് കളിക്കുന്ന പ്ലേയേഴ്സിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തത്. അതിൻ്റെ പേഴ്സണൽ തോട്ടിൻ്റെത് അങ്ങനെ പോയത്. അല്ലാതെ ഗ്യാങ്ങിൽ പാവപ്പെട്ട കുറേ പേരുണ്ട് ഓൽക്ക് PC കൊടുക്കണം അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. അത് എൻ്റേതായ റീസൺ കൊണ്ടാണ് ഞാനത് അങ്ങനെ ഇവർക്ക് കൊടുത്തത്. മനസ്സിലായോ? അപ്പം എന്തുകൊണ്ട് അവസാനം വന്നവർക്ക് PC, ആദ്യം വന്നവർക്ക് PC ഇല്ല, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. നമുക്ക് അൾട്ടിമേറ്റ്ലി നമുക്ക് ജയിക്കുക എന്നുള്ളൊരു സാധനമാണ്. അപ്പം ജയിക്കാൻ ഒന്നും കൂടി പൊട്ടൻഷ്യലും കാലിബറും ഒക്കെ ഉള്ള കിട്ടേണ്ട എന്താ പറയുക നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പ്ലേയേഴ്സിന് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ പേര് നിലവിലിട്ടത്. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഇതൊന്നും ഞാൻ എന്താ വെച്ചാൽ ലൈവിൽ വന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ചിലപ്പം കുറേ പേർക്ക് അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി MRC എന്നുള്ളൊരു ടാഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിന് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞാൻ അത് പിന്നാലെ നടന്ന് ഞാൻ അവരോട് കൺവിൻസ് ആക്കി ഓൽക്ക് ഇഷ്ടപ്പെട്ട് ഓലെന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ഇത്രയും പേര് നമുക്ക് ചെയ്തു തന്നതാണത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. കിഡു ലോസ്പെക്കാണ്. അതാ ഈ സാധനം ഞാൻ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുപോയിട്ടിരുന്നു. MRCയിൽ ഉണ്ടായിരുന്ന സമയത്ത് MRC ഗ്രൂപ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇനി എല്ലാവരും സ്പെക്കും ഒന്ന് അയച്ചു തരണം. കുറച്ച് ഫണ്ടിങ്ങും അതേമാതിരി കുറച്ച് സ്പോൺസേഴ്സൊക്കെ റെഡി ആയിക്കണ്. നമുക്ക് PCയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം.
സിയും കാര്യങ്ങളും സെറ്റാക്കുമ്പം ആരും ഇട്ട ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും സി റെഡി ആവും. 1 ബൈ 1 സെറ്റാക്കാന്ന് വരെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞതാ. പക്ഷേ സ്റ്റിൽ അവിടുന്ന് ഇങ്ങനെ സംശയങ്ങളും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഓഡിയൻസായ നിങ്ങൾക്ക് തന്നെ തിങ്ക് ചെയ്താൽ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ആ സി പുതിയ വന്ന ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളത്. അത് വാറിന് നിർബന്ധമായിട്ടും കത്താതെക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ്. അതിൽ മാറ്റമൊന്നുമില്ല. എനിവേ അതിന് ഞാൻ എടുത്തതിൽ എനിക്ക് അങ്ങനത്തെ സങ്കടം തോന്നിയിട്ടില്ല കൈസ. കാരണം പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും മേ ബി ഗ്യാങ്ങിൽ. പക്ഷെ അത് കരുതിയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ പാവപ്പെട്ട ആൾക്കാരല്ലാതെ തന്നെ നമ്മളേതായ രീതിയിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഒരു വാറ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ ഓൾറെഡി നമ്മൾ ഗെയിമാണ്, നമ്മൾ ഗ്യാങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാറടിച്ച് ജയിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പം അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. എനിവേ പിന്നെ റിക്രൂട്ട്മെന്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. മേ ബി ഒരു 3-4 റിക്രൂട്ടൊക്കെ നമുക്ക് നോക്കാം. അത്ര തന്നെ. ഇപ്പം ഇനീഷ്യൽ നമ്മൾ MRC സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ തന്നെ മാക്ക് ഇതേപോലെ 10-28 പേരെ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഓൾറെഡി നമുക്ക് ഇവിടെ 10-26 പേരായി. ഇനി നമ്മൾ ചാടി കയറി കുറേ പേരെ എടുത്ത് കൂട്ടണ്ട. നമുക്കൊരു 3-4 പേരെ എൻ്റെ മനസ്സിൽ 3-4 പേരുണ്ട്. ഞാൻ കണ്ടുവച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് 4 പേരുണ്ട്. ഓലെ ഞാൻ മേ ബി റിക്രൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പയ്യെ നോക്കിയിട്ട് നല്ല പൊട്ടൻഷ്യലുള്ള ചെറിയ ഗ്യാങ്ങിൽ നല്ല ഹൈ പൊട്ടൻഷ്യലുള്ള നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരെ നോക്കിയിട്ടൊക്കെ നമുക്ക് എടുത്താൽ അവർക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റും മോൾക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പയ്യെ നമ്മളെ കൂടെ നമ്മളോട് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഓൾക്ക് ഉണ്ടാവും. അങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹം. കമ്മിറ്റ്മെൻറ്റ് കൂടി നോക്കിയിട്ട് ഇനി റിക്രൂട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ KVA സിനിമാറ്റിക്സ് ഇനി നിങ്ങളെന്തായാലും ചിലപ്പം കാണാൻ ചാൻസ് കുറവാണ്. മാലിക് അത് ഡ്രോപ്പ് ചെയ്തു എന്നാണ് മാലിക് പറഞ്ഞത്. ഇനി എന്തായാലും ആ ഒരു സിനിമാറ്റിക് ചെയ്യലുണ്ടാവില്ല. ആ സിനിമാറ്റിക് വരാൻ ചാൻസ് കുറവാണ്. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതുവരെ ചെയ്തു വെച്ച ഫയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ MRC ആയിട്ടുള്ള ആൾക്കാർ MRC ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. ഓൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഏതെങ്കിലും ഒരു സിനിമാറ്റിക്സ് ഇനി ഈവൻ മാലിക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമാറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ 3400 ആൾക്കാർ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നമ്മളെങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യണത് അതേപോലെ അവിടെ ഉള്ള നമ്മളെ ഫാമിലി ആയിരുന്ന ആൾക്കാരെ നിങ്ങൾ കൈവിടരുത്. അതേപോലെ തന്നെ അവരെയും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സ്പ്ലിറ്റപ്പ് ആയാലും നമുക്ക് തന്നെ ഒരുപാട് സങ്കടമുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ഗൈസ്. കാരണം അത് അത്രത്തോളം വഷളത്തരത്തേക്ക് എത്തി. അത് പേഴ്സണലി ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ മെസ്സേജിൽ വരെ കുറച്ച് എനിക്ക് പേഴ്സണലി ഫീൽ ബാഡ് അടിച്ചു കുറേ കാര്യങ്ങൾക്ക്. പിന്നെ അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തത്. അപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഫാമിലി ആയിരുന്നു. അപ്പം ഇവിടെ ഇത്രയും ആൾക്കാർ നമുക്ക് ഇത്രയും സപ്പോർട്ട് തരുന്ന നിങ്ങൾ തന്നെ പറ്റുന്ന സമയത്തൊക്കെ അവരെയും അതേപോലെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. അവരും നമ്മളെ ഫാമിലി ആയിരുന്നു. അവിടെ ഇഞ്ഞെടുക്കുന്ന പുതിയ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയണില്ല. പക്ഷെ നമ്മളെ കൂടെ നമ്മളെ ബ്രദർഹുഡ് ആയിക്കാണ്ട് നടന്ന ഒരുപാട് പേര് ഇപ്പോഴും കാര്യങ്ങളറിയാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അവരെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരു ഗ്യാങ്ങും ഉണ്ടാവില്ല ഗൈസ്. കാരണം ഈ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് ഈ ഗ്യാങ്ങിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും പ്രയോറിറ്റി. ഒരു ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റ് അത് അവരും ഉണ്ടാവില്ല, നമ്മളും ഉണ്ടാവില്ല. കാരണം അതിലിഞ്ഞെടുക്കാൻ പോണ പ്ലേയേഴ്സും നമ്മളിലിഞ്ഞെടുക്കാൻ പോണ പ്ലേയേഴ്സും ആയിട്ട് ചിലപ്പം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് അടി പൊട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു ഫ്രണ്ട്ലി എന്നുള്ളൊരു കൺസെപ്റ്റ് എന്തായാലും മേ ബി ഉണ്ടാവില്ല. വേറെ എന്താ ചോദിക്കുന്നത്? കളറ് തീരുമാനിച്ചിട്ടില്ല ഗൈസ്. കളറ് ഞാനിന്ന് ആഫീസ് ബ്രോൻ്റെ അടുത്ത് ഞാനൊരു കളർ സജസ്റ്റ് ചെയ്തിരിക്കണ്. ആ കളർ കിട്ടിയാൽ വൺ ഓഫ് ദ ഗുഡ് കളറാണ്. എനിക്ക് തോന്നിയതിൽ വെച്ച് നല്ലൊരു പ്രീമിയം ടൈപ്പ് ഓഫ് കളറാണ്. ആ ഒരു കളർ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കാം എന്ന് പറഞ്ഞു ചെയ്തിരിക്കണേ. അതിനൊരു പറ്റുന്ന ഒരു മിക്സപ്പ് കോംബോ തരാമെന്ന് പറഞ്ഞിരിക്കണേ. അത്രയൊക്കെയാണ് ഇതുവരെയുള്ള ഗ്യാങ്ങിൻ്റെ അപ്ഡേറ്റ്. വേറെ ഒന്നും അപ്ഡേറ്റ് ഇല്ല.
വേറെ അപ്ഡേറ്റ് എന്ന് പറയാൻ തക്ക അപ്ഡേറ്റ്സ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. ഇനി നാളെ നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. T47 കളർ Z30 എടുത്തു. അറിയാം. സെന്നെക്സ് എന്താ? സെന്നെക്സ് കൂടെ ഉണ്ട്. സെന്നെക്സ് ഓൾറെഡി അലക്സിനോടും ഉസ്മാനോടൊക്കെ പറയാൻ ഏൽപ്പിച്ചിരുന്നു പോലും എൻ്റെ അടുത്ത്. ഓന് ഇതേപോലെ 1-2 ടിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യം വലിക്കാത്തതിന് ഞാൻ നല്ലൊരു ചീത്ത പറയല് പറഞ്ഞിന്. ഏതോ ഒരു ഇതിന് ടിക്കറ്റ് വലിച്ചില്ല. ടിക്കറ്റ് വലിക്കാൻ ഓനെയും അതേപോലെ ബ്ലേക്കിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ വലിച്ചിട്ടില്ല. നല്ല ടിക്കറ്റ് വലിക്കേണ്ട ഒരു സാധനത്തിന് വലിക്കാൻ വന്നപ്പോൾ നല്ല ചീത്ത ഇട്ടീനുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ പേടിയാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയാതെ അലക്സിൻ്റെ അടുത്തും ഉസ്മാൻ്റെ അടുത്തും ഇതേമാതിരി പറഞ്ഞിരുന്നു ഞാൻ ഷെയ്ഖിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഉസ്മാനും പറഞ്ഞില്ല, അലക്സും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നു ഇതേപോലെ ലൈവ് കഴിഞ്ഞിട്ട് ഒരാൾ ഇത് തൂക്കി പിടിച്ച് വരണ്ടെന്ന് പറഞ്ഞപ്പം ലൈവിൻ്റെ ഒക്കെ മുമ്പ് കുറേ നേരം മുമ്പ് ഇതേമാതിരി ഉച്ച സമയത്തോ വൈകുന്നേര സമയത്ത് എന്തോ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സെന്നെക്സ് നമ്മളെ കൂടെ ഉണ്ട്. സെന്നെക്സ് നമ്മളെ കൂടെ ആയിരിക്കും. കോലീഡേഴ്സ് കറൻ്റ്ലി തീരുമാനിച്ചിട്ടില്ല. അതൊന്നും ബോസ് ബ്രോ താങ്ക് യു ഫോർ ദ 1 സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു ബ്രോ, മീൻസ് ലോട്ട്. ബിൽഡ് PvP ഗ്യാങ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ഇതിൻ്റെ മാക്സിമം ഇട്ടിട്ട് ഞാൻ ആ ഗ്യാങ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്കും ഗൈസ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണമൊക്കെ ഞാൻ ചെയ്യും. അതിന് എനിക്ക് പേഴ്സണലി ഇന്ന വിശ്വാസമുള്ളിടത്തോളം കാലം ഞാനത് ഏറ്റവും ടോപ്പ് നോച്ച് ലെവൽക്ക് കൊണ്ടുപോകാൻ കഴിയുന്നിടത്തോളം ഞാൻ കൊണ്ടുപോകും. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിൽ വെറുതെ വന്നിരുന്ന് വായ്ത്താളടിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് സിറ്റിയിൽ അതൊക്കെ ഗ്യാങ് ഫോമായി സെറ്റാക്കിയിട്ട് നോക്കാം. കറൻ്റ്ലി മാക്ക് ഒരു കോലീഡർ ആയിരിക്കും കൺഫേം. അവർ കോലീഡർ ആയിട്ട് തന്നെ മേ ബി കണ്ടിന്യൂ ചെയ്താലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അയക്കുഞ്ഞ് ഒരാളെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേറെ ഏതെങ്കിലും ഒരുത്തനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഓനെടുത്തു എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഓൽക്കൊരു ഫീൽബാഡോ അടിക്കുമോ എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ടെൻഷൻ. കാരണം ഇതിൻ്റെ അകത്ത് ഈഗോ ക്ലാഷസ് വരുമോ? അത് ഞാൻ ഇങ്ങനെ പറയാം ഗൈസ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയൂല. മാക്കും ഞാനും മാത്രമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളകത്ത് തീരും അത്. കാരണം മാക്കിന് ഞാൻ എന്താ ചിന്തിക്കുക മാക്ക് എന്താ ചിന്തിക്കുക എന്നുള്ളത് എനിക്കും കറക്റ്റ് നന്നായിട്ട് അറിയും. കാരണം ഞങ്ങൾ അങ്ങനെയാണ്. അത് ഞാൻ അങ്ങനെ ആക്കി എടുത്തതാണ്. മാക്ക് ഇതേമാതിരി മാക്കിൻ്റെയും സത്യം പറയാലോ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്, മാക്കാണ് ഗ്യാങ് MRC തുടങ്ങിയതെന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് വന്നതിന് ശേഷം മാക്കും ഞാനുമായിട്ട് ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. സീരിയസ്ലി ഉണ്ടായിരുന്നു. മാക്ക് പറയണത് എനിക്ക് പറ്റൂല, ഞാൻ പറയണത് മാക്കിന് പറ്റൂല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാക്കിനെ വിളിച്ചു വരുത്തി ഒരു വട്ടം VC വിളിച്ചു വരുത്തി കണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാങ് മുമ്പിട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ നല്ലൊരു ബോണ്ടായി മാറിയത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നല്ലൊരു കണക്ഷനാണ് കഴിച്ചത്. ഞാനും മാക്കും എന്തായാലും ഒരിക്കലും ഒരു ബാഡ് വരാൻ ചാൻസ് ഇല്ല. കാരണം മാക്കിനെ അറിയാം ഞാൻ എന്താണെന്നുള്ളത്. എനിക്കും അറിയാം മാക്ക് എത്രത്തോളം മാക്സിമം പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ സങ്കടവും ഓൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഓന് വാശി അങ്ങനെ ഓവർ വാശിയും പരിപാടിയൊന്നും മാക്കിനില്ല. മാക്കൊരു പാവാണ്. സത്യം പറയാലോ മാക്കൊരു സാധുവാണ്. അത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരാൾ അതിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ടക്കായി കോലീഡറാ കൊണ്ടുവച്ച് മോനെ മിണ്ടാതിരുന്നു നീ. മറ്റേ പൈതലിനൊക്കെ പിടിച്ച് കോലീഡറാക്കിയാൽ നാളെ ഡിസ്മാൻഡിൽ അടിച്ച് പോകേണ്ടി വരും ഞാൻ ഗ്യാങ്. അതിലെനിക്കറിയാം കുറുപ്പ്, ബിലാല്, മാലിക് ഈ 3 ആൾക്കാരും അതിക്ക് കോലീഡർ ആവാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കോലീഡർ ആര് എന്നുള്ള ഒരു സാധനം നെക്സ്റ്റ് കോലീഡർ ആരാണെന്നുള്ളൊരു സാധനത്തേക്ക് ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. അത് ഞാൻ എന്തായാലും മാക്കിൻ്റെ സജഷനും കൂടി ചോദിക്കാതെ എനിക്ക് അതിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് ചിലപ്പം ഒരു കോലീഡർ ഇനിയൊരു വേറെ കോലീഡർ ഉണ്ടാവില്ല കറൻ്റ്. അത് ഒന്നെങ്കിൽ നമുക്ക് നോക്കാം കുറച്ചും കൂടി കാലം കഴിഞ്ഞിട്ട് ബെറ്റർ ആരാന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്നും കൂടി കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മളായിട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുക. സിദ്ദീഖ് ബിൻ അബ്ദുള്ള താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. നോക്കാം, നമുക്കായിട്ട് നോക്കിയിട്ട് ചെയ്യാം ഗൈസ്. അത് ചാടി കയറി ചെയ്യേണ്ട ഒരു കാര്യം ഒന്നല്ല.
അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ഇല്ല. അതിനെപ്പറ്റി ഓൾറെഡി നമുക്ക് അതിനെ ഒരു എങ്ങനെ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും സിറ്റി കയറാം ഗൈസ്. വേറെന്താ? ഉസ്മാൻ കോൽ നോ ഈഗോ എന്നല്ലേ ഉസ്മാന്? ഞാൻ പറയുമ്പോൾ ലീഡറാണ് ഉസ്മാനാക്കേണ്ടത്. ഞാൻ കോ ലീഡറും. എന്നിട്ട് ഞാൻ ഓനെ ബോസെ വിളിക്കണം. അപ്പോഴാണ് അത് ശരിക്കും ഒരു ഗ്യാങ്ങായി മാറുക. അങ്ങനെ ആവുമ്പോഴാണത് ഒരു ശരിയായ രീതിക്ക് പോവുള്ളൂ. നിങ്ങൾക്ക് കുറേ സജഷൻസ് ഉണ്ടാവും ഗൈസ്, എനിക്കറിയാം. നിങ്ങൾക്ക് കുറുപ്പിനെ, പിന്നെ അതേമാതിരി ബിലാല്, മാലിക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് ഞാൻ മാക്കിനോട് കൂടി ഡിസ്കസ് ചെയ്യാതെ എനിക്കത് തീരുമാനം എടുക്കാൻ പറ്റില്ല. ബിയോണ്ട് യു ഗൈസ് വിൽ സ്പിറ്റ് മെനി ഓഫ് നെയിംസ് ഹിയർ, ഐ നോ. ബട്ട് മാക്ക് അതിൽ എനിക്ക് വലിയൊരു ഫാക്ടറാണ്. മാക്കിൻ്റെ സമ്മതമല്ലാതെ, മാക്കിൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലാതെ എനിക്ക് അതിലൊന്നും ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അലക്സ് കോഹ്ലിയുടെ അലക്സ് പടച്ചോനെ എന്ന് വി സി വന്നിട്ട് ഞാൻ പറയാം, ഒരു സമാധാനം, ഒരു തൊയ്ര് എനിക്ക് തരുന്നില്ല. അവനോട് തന്നെ ശരിക്കും നമ്മൾ ഗ്യാങ് ഫോമായി വരുമ്പോഴത്തേന് ടൈം എടുക്കൂലേ. ഞാൻ തൽക്കാലം വേറൊരു ഗ്യാങ്ങിൽ കളിച്ചട്ടെ. ഞാനൊന്ന് കോളൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് ഒന്ന് റെഡിയായി മട്ടം പോലെ ഒന്ന് കളിച്ചട്ടെ. ഞാൻ പറഞ്ഞു ഇവിടെ മോണിറ്ററിങ്ങിൻ്റെ പീരീഡിൽ ഇവിടെ ഈ വേണം, അല്ലാതെ വേറെ ഗ്യാങ്ങിൽ പോയി കളിക്കാൻ പറ്റില്ല, ഇവിടെ വേണം. അപ്പോൾ പറഞ്ഞു എങ്ങനെയും ബ്രാവോനെ വിളിച്ചുകൊണ്ട് ആ ടി ഡി എം ഒന്ന് റെഡിയാക്കി തരാൻ പറയുമോ. ടി ഡി എം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു ഒരു ഉറക്കം വരികയാണ്. എനിക്ക് കളിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ടി ഡി എം കളിക്കാതെ വന്ന ഒരുത്തന്നെ ഞാൻ ഇങ്ങനെ, എനിക്കറിയില്ല ബ്രാവോ ഇത് ഓക്കേടാ നമുക്ക് സെറ്റാക്കാം. ടി ഡി എം ഒക്കെ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞാൽ വരുവായിക്കാരെന്ന് പറഞ്ഞു ഞാൻ അലക്സിനോട്. അപ്പം പിന്നെയും അലക്സ് വി സിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പിന്നെയും ശരിക്ക് അത് ബ്രാവോൻ്റെ അടുത്തൊന്ന് ചോദിക്കണേ, ടി ഡി എം ഒന്ന് എങ്ങനെയും ഒന്ന് സ്പീഡാക്കിയിട്ട് വരാൻ. ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഈ ചെങ്ങായിക്ക് വേറെ പണിയൊന്നും ഇല്ലേ, എന്നാൽ വേറെ ഏതെങ്കിലും സിറ്റി കയറിയാണ്ട് ഗ്രൈൻഡ് ചെയ്താൽ മതി. അതൊന്നുമില്ല, ഇവിടെ കളിച്ചണം. അതിൻ്റെ മെക്കാനിസം ഒക്കെ വേറെയാണ്. ഇവിടുത്തെ മെക്കാനിസം ആപ്റ്റായിട്ട് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഞാൻ പറയില്ല, അങ്ങനെ എഫേർട്ട് ഇട്ടുങ്ങാണ്ട് ഗ്രൈൻഡ് ചെയ്യണ ഒരുത്തൻ വേറെ ഉണ്ടാവില്ല. ഞാൻ അത് മുമ്പ് പറഞ്ഞില്ല ഗൈസ്. അലക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അലക്സ് ടി ഡി എം ആണ് ഓൻ്റെ വീട്, മനസ്സിലായോ? ടി ഡി എമ്മിലാണ് ഓനെ പെറ്റിട്ടത്. അയ്യോ, കൂമ്പിയോ. ഞാൻ സിറ്റി കയറിയിട്ട് കുറച്ച് ദിവസമായി ഗൈസ്. ഒരു മിനിറ്റ്.